ഇന്നത്തെ വീഡിയോ DRDOയിൽ നിന്ന് തുടങ്ങാം. DRDO ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ UAV അതിൽ നിന്നും മിസൈല് സക്സസ്ഫുള്ളി ഡിപ്ലോയ് ചെയ്യുന്ന ഒരു പരീക്ഷണം. ആ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് ആന്ധ്രാപ്രദേശിലാണ് ഈ ഒരു പരീക്ഷണം നടത്തിയത്. ULPGM വേർഷൻ 3 എന്ന കാറ്റഗറിയിൽപ്പെട്ട ഡ്രോൺ കാറ്റഗറിയിൽപ്പെട്ട മിസൈൽ തന്നെയാണ് പരീക്ഷിച്ചത്. ഇത് UAV ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈലാണ്, ആ കാറ്റഗറിയിൽപ്പെട്ട മിസൈലാണ്. അപ്പൊ എയർ ടു സർഫസ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ആ രീതിയിലുള്ള ആധുനിക യുദ്ധമുറകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണമാണ് നമ്മൾ നടത്തിയത്. അത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബെൽ എന്ന് പറയുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ കമ്പനിയുമായിട്ട് ഒരു കരാർ, അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് ഈ ഒരു കരാർ വെച്ചിരിക്കുന്നത്. ഡിഫൻസ് മിനിസ്ട്രിയുടെ ഏതാണ്ട് 1640 കോടിയുടെ കരാറാണ് ഈ BEL സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഫയർ കൺട്രോൾ റഡാർ ഫോർ ആർമി, ഫയർ കൺട്രോൾ റഡാർ സിസ്റ്റം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. 1640 കോടിയുടെ കരാറാണ്. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കരാറാണ്. അപ്പൊ ഇത് ഈ ഒരു റഡാർ സംവിധാനം ഇന്ത്യൻ ആർമിക്ക് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിക്ക് ഉണ്ട്. ഇന്ത്യൻ ആർമിക്ക് റഡാർ സംവിധാനമുണ്ട്. പക്ഷെ അതിൽ ആധുനികത വരുത്തിക്കൊണ്ട് ഇൻഡജീനിയസ് ആയിട്ട് ഡിസൈൻ ചെയ്ത, അതായത് 100% ഇൻഡജീനിയസ് ഡിസൈൻ, കംപ്ലീറ്റ് ലോക്കൽ ഡിസൈൻ ആണ്. പിന്നെ 70% പ്രോഡക്റ്റും ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാണ്. പല SME കമ്പനികളിൽ നിന്നും പർച്ചേസ് ചെയ്ത് അക്യൂർ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഏതൊക്കെ മേഖലകളിലാണ് എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വേരിയസ് ടൈപ്സ് ഓഫ് എയർബോൺ ത്രെട്ട്, അതിൽ ഹെലികോപ്റ്റർ ഉൾപ്പെടെ എയർക്രാഫ്റ്റ് ഉൾപ്പെടെ ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അപ്പൊ ഈ റഡാർ സിസ്റ്റം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഈ റഡാറിലാണ് ഈ ഒരു എയർബോൺ ത്രെട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. എയർബോൺ ത്രെട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ്, വേഗത, മാസ് ഇതെല്ലാം തന്നെ കൃത്യമായി ഇത് മെഷർ ചെയ്ത് സെൻട്രൽ കമാൻഡ് യൂണിറ്റിലേക്ക് അയച്ചു കൊടുക്കും. അവിടെ നിന്ന് ആ കോർഡിനേറ്റ്സിനെ കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള ത്രെട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെ എൻകൗണ്ടർ ചെയ്യാനുള്ള അത് പ്രതിരോധം നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ റഡാർ സിസ്റ്റം ഒക്കെ ഇങ്ങനെ കൊണ്ട് നമ്മൾ സ്ഥാപിക്കുന്നത്. അപ്പൊ അതിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻസ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇന്ത്യൻ ആർമി നടപ്പിലാക്കുന്നത്. പ്രൈം മിനിസ്റ്റർ മോദി മാൽഡീവ്സ് വിസിറ്റ് ചെയ്ത് ഇതില് പ്രൈം മിനിസ്റ്റർ മോദി ഇന്ന് വിസിറ്റ് ചെയ്തു എന്നുള്ളതിലുപരിയായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മുഹമ്മദ് മൊയ്സു ഗെറ്റ് ഔട്ട് ഇന്ത്യ എന്ന് പറഞ്ഞുള്ള ഒരു ടീഷർട്ടും ധരിച്ചുകൊണ്ട് അവിടെ ഇലക്ഷനിൽ വിജയിച്ച ആ ഒരു മുഹമ്മദ് മൊയ്സു ഇന്ന് ഇന്ത്യൻ ഫ്ലാഗോടുകൂടി പ്രൈം മിനിസ്റ്റർ മോദിയെ വെൽക്കം ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെയും ഇന്ത്യൻസിനെയും ഏത് രീതിയിലാണ് ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പ് ഈ മുഹമ്മദ് മൊയ്സു വിജയിച്ചു വന്ന സമയത്ത് നമ്മളെ അപമാനിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ഓർത്തു നോക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഈ മാൽഡീവ്സിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകള് മൊത്തത്തിൽ കൂട്ടത്തോടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത ഒരു ഇൻസിഡന്റും കൂടിയാണ് ആ ഒരു ടൈം ലൈൻ. അത്തരം ഒരു ക്രിട്ടിക്കൽ വിഷയത്തെ ഇന്ത്യ വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്ത് ഇന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വളരെ പ്രൗഡായിട്ട് മാൽഡീവ്സിൽ പോയി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല. പലരും വിചാരിക്കും ഇന്ത്യ പൈസ ഒരുപാട് കൊടുത്ത് സഹായിച്ചു. അതിപ്പോ ഏത് രാജ്യവും പൈസ കൊടുത്ത് സഹായിക്കും, ഇല്ല എന്നല്ല. ഇന്ത്യ ഈ മുഹമ്മദ് മൊയ്സുവിന് മാത്രമല്ല, ഇതിനു മുമ്പ് അവിടെ ഭരിച്ചിരുന്ന നസീം ഉൾപ്പെടെ പലർക്കും ഇന്ത്യ സഹായിച്ചിട്ടുണ്ട്. അത് പലർക്കും പല പ്രൈം മിനിസ്റ്റേഴ്സിനല്ല സഹായിക്കുന്നത്. ഇന്ത്യ മാൽഡീവ്സിലേക്ക് നടപ്പിലാക്കുന്ന പല പ്രോജക്റ്റുകളും ഇന്ത്യൻ ഗവർണൻസിൽ, ഇന്ത്യൻ എംബസിയുടെ ഗവർണൻസിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വളരെ എളുപ്പത്തിൽ അവിടെ നിന്ന് മോട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇന്ത്യ കൊടുക്കുന്ന പൈസ ചൈന കൊടുക്കുന്ന പോലെ മോട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പൈസ എത്തുന്നു എന്നുള്ളത് നിലവിലത്തെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ഉറപ്പുവരുത്തുന്ന ഒരു വിഷയം കൂടിയാണ്. തീർച്ചയായിട്ടും ആ രാജ്യത്ത് കൃത്യമായ പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്ത് അതിലൂടെ പല രീതിയിലുള്ള ലൂട്ടിങ്സ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും ഉണ്ടാവും. പക്ഷെ അതിലുപരിയായിട്ട് മാക്സിമം ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു ഫണ്ട് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിന് ഒരു ക്ലിയർ ചാർട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ എംബസിക്കോ ഇന്ത്യക്കാർക്കോ ഒരു ഇൻവോൾവ്മെന്റും അതിനകത്ത് വരാത്ത രീതിയിലുള്ള മെഷർമെന്റുകൾ ആ പോളിസിയിൽ ഇന്ത്യ എടുക്കുന്നുണ്ട്. അതുപോലെ മാൽഡീവ്സിൽ UPI പേയ്മെന്റ് സിസ്റ്റം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട്. അപ്പൊ അതുകൊണ്ട് അവര് നമ്മുടെ UPI വിർച്വൽ പേയ്മെന്റ് സിസ്റ്റം ഇനി മാൽഡീവ്സ് ഉപയോഗിക്കും. അപ്പൊ അവർ അതിനുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാസാഗർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ടല്ലോ, ആ പ്രോജക്റ്റിനെ കുറിച്ചും പ്രൈം മിനിസ്റ്റർ മോദി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നൈബർഹുഡ് ഫസ്റ്റ് പോളിസി, അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ അങ്ങനെ സാഗർമാല പ്രോജക്റ്റ് ഒക്കെ നമുക്കുള്ളതാണ്. അപ്പൊ എന്തായാലും മഹാസാഗർ എന്ന് പറഞ്ഞ ഈ നൈബർഹുഡ് പോളിസിയാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറഞ്ഞത്. അതായത് മാൽഡീവ്സിന് ഒരു പ്രശ്നമൊന്നുമില്ല, പക്ഷേ മുഹമ്മദ് മൊയ്സുവിന്റെ മുഖം കാണുമ്പോഴാണ് ഒന്ന് വെളുത്തിരുന്നത് പോലെ നമുക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ. കാരണം അത് സ്വാഭാവികം, അത് ഉണ്ടായില്ലെങ്കിലേ അതിശയുള്ളൂ. കാരണം ആ രീതിയിലുള്ള പെരുമാറ്റമാണ് മൊയ്സു കാഴ്ചവെച്ചത്. വന്ന് പൊസിഷനിൽ കയറിയ ഉടനെ ചൈനയ്ക്കാണ് ഓടിയത്. ചൈന, തുർക്കി, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ സാവധാനത്തിലാണ് ഇന്ത്യയെക്കുറിച്ച് ഓർത്തത്. ISROയുടെ ചെയർമാൻ മിസ്റ്റർ നാരായൺ പറഞ്ഞിരിക്കുന്നത് 50 മുതൽ 55 സാറ്റലൈറ്റ് ആണ് ഇപ്പൊ നിലവില് ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ അയച്ചിട്ടുള്ളത്. അപ്പൊ അത് 3 ടൈംസ് ഹയർ ആക്കണം, അതിന്റെ ക്വാണ്ടിറ്റി 3 വട്ടം വർദ്ധിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ISRO വരുന്ന 3 വർഷത്തിനുള്ളിൽ ഇപ്പം വിക്ഷേപണം നടത്തിയിരിക്കുന്നത് 55 സാറ്റലൈറ്റുകളാണ്. ഈ 55 സാറ്റലൈറ്റുകളുടെ 3 ഇരട്ടി വരുന്ന 155 സാറ്റലൈറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. വരുന്ന 3 വർഷത്തിൽ ഈ 155ഓളം സാറ്റലൈറ്റുകൾ ISRO വിക്ഷേപണം നടത്തിയിരിക്കും എന്നാണ് ISROയുടെ ചെയർമാൻ നാരായണൻ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ ദുരന്തം. ഇവന്മാര് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിലെ തലപ്പത്തൊക്കെ പോയിരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ പാകിസ്ഥാന്റെ ഉള്ളിൽ ഈ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇന്നൊരു 7 പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥരെ വധിച്ചിട്ടുണ്ട്. 7 പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ. ഇത് ഒരു മൗണ്ടൻ റീജിയനിൽ നോഷ്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് സംഭവിച്ചത്. ആ കോൺഫ്ലിക്റ്റിലാണ് ഈ ഒരു 7 പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കാർ വധിച്ചത്. UK കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 99% ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ 2-3 ദിവസത്തിന് മുമ്പേ പറഞ്ഞ വിഷയം തന്നെയാണ്. അതിലുപരിയായിട്ട് ഒരു വിഷയം കൂടി പ്രൈം മിനിസ്റ്റർ മോദി കീർ സ്റ്റാർമറിന്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. കീർ സ്റ്റാർമറിനെ തൊട്ടടുത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് വേറെ ഒന്നുമല്ല, ടെററിസത്തിൽ ഡബിൾ സ്റ്റാൻഡേർഡ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രയും ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. UK വെച്ചിട്ടാണ് പറയുന്നത്, ടെററിസത്തിൽ ഡബിൾ സ്റ്റാൻഡേർഡ് പാടില്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഏത് രാജ്യത്തിൽ പോയിട്ട് എന്ത് പറയണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്. UK വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഡബിൾ സ്റ്റാൻഡേർഡ്, പ്രത്യേകിച്ച് തീവ്രവാദത്തിൽ. അത് അവിടെ വെച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. തലയൊക്കെ കുലുക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് കീർ സ്റ്റാർമർ പിന്നെ പല്ലൊക്കെ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട് കോൾഗേറ്റ് പരസ്യത്തിന് നിൽക്കുന്ന പോലെ അതൊക്കെ കൈയൊക്കെ കുലുക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. ഇനി വരുന്ന 5 വർഷത്തേക്ക് ഈ ട്രേഡ് എഗ്രിമെന്റിൽ ഒരു മാറ്റം വരുത്താനില്ല. 5 വർഷം കഴിയുമ്പോഴത്തേക്കും കീർ സ്റ്റാർമർ അവിടെ ഉണ്ടാവില്ല, വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ അത് റിവൈസ് ചെയ്യണോ, അത് റദ്ദാക്കണോ, അത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളതൊക്കെ ആ ഗവൺമെന്റ് തീരുമാനിക്കും. തീർച്ചയായിട്ടും ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് UK ഗുണം ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അത്രമാത്രം മൈഗ്രന്റ് പോപ്പുലേഷൻ ഉണ്ട് UK ഉള്ളിൽ. നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പേര് UK ഇന്ന് തിങ്ങിപ്പാർക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്കൊക്കെ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് UK ഇന്ത്യ സൈൻ ചെയ്തത് ഒരു ആശ്വാസമാകും. അത് 100% ഉറപ്പാണ്. കാരണം സാധാരണക്കാർക്ക് വിലക്കുറവിൽ സാധനം മേടിച്ച് കഴിക്കാൻ പറ്റും ഇന്ത്യയുടെ സപ്ലൈ അവിടെ എത്തിക്കഴിഞ്ഞാൽ. അതാണ് UK ലക്ഷ്യമിടുന്നത്. യാഥാർത്ഥ്യം നമുക്ക് പറയണമല്ലോ. സംഭവം UK, ലണ്ടൻ പിന്നെ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിലും സെറ്റപ്പ് ഇപ്പൊ പഴയതുപോലെ അല്ല. UK സെറ്റപ്പ് ഇന്ത്യയിലുള്ള പല സിറ്റികളെക്കാളും ഒക്കെ താഴെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റെർലിംഗ് പൗണ്ടിന് ഇച്ചിരി വിലയുണ്ടെന്നേ ഉള്ളൂ, അതിലുപരിയായിട്ട് വേറെ ഒന്നും കാണണ്ട. അത് കഴിഞ്ഞ് പ്രൈം മിനിസ്റ്റർ മോദി ചാൾസ് മൂന്നാമനെയും കൂടി കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നിർണായകമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിട്ട് തന്നെയാണ് കരുതുന്നത്. കാരണം UK പോലത്തെ രാജ്യത്ത് ഡെമോക്രസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ രാജകുടുംബത്തിന് ഇപ്പോഴും അവിടെ ഒരു പവർ ഉണ്ട്. അവരാണ് ഈ ഒരു കോമൺവെൽത്തിന് കീഴിൽ വരുന്ന കുറച്ച് രാജ്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. എന്തിനു വേദം കാനഡ ഉൾപ്പെടെ പിന്നെ ന്യൂസിലാൻഡ് ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഇപ്പോഴും രാജാവ് എന്നറിയപ്പെടുന്നത് UK കിങ് തന്നെയാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാജഭരണത്തിന്റെ ഒരു ബാക്കി പത്രമല്ല, രാജഭരണം തന്നെ നയിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ പ്രൈം മിനിസ്റ്ററൊക്കെ വിജയിച്ച ഉടനെ നേരെ പോകുന്നത് ഈ രാജാവിനെയോ രാജ്ഞിയോ ഒക്കെ കാണാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. അവരാണ് അവിടെ നിന്ന് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അത് റെസ്പെക്ട്ഫുൾ മാൻഡേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊരു മാൻഡേറ്ററി പ്രൊസീജിയറും കൂടിയാണ് UK. രാജകുടുംബത്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പരിപാടി അവിടെ ഇല്ല. പിന്നെ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം നടക്കുന്നുണ്ട്. ഈ കാൽബേരി സബ്മറൈൻ എന്ന് പറഞ്ഞൊരു സബ്മറൈൻ ഉണ്ട്. ഇത് ഫ്രഞ്ച് മെയ്ഡാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു 6 എണ്ണം ഇന്ത്യക്കുള്ളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ അപ്ഗ്രഡേഷൻ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പനിയുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് 1990 കോടിയുടെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് നമ്മൾ സൈൻ ചെയ്ത കമ്പനി എന്ന് പറഞ്ഞാൽ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്. ആ കമ്പനിയുമായിട്ടാണ് ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. 1990 കോടിയുടെ പ്രോജക്റ്റാണ് ഇത്. ഡീസൽ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന സബ്മറൈനാണ്.
അപ്പോൾ അതിന് ഇൻഡിജീനിയസ് ആയിട്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ഫ്യൂവൽ സെല്ലുകൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെ അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തത്. അപ്പോൾ അതിന്റെ പേരിലാണ് ഈ കമ്പനിക്ക് ഈ കോൺട്രാക്ട് കൊടുത്തത്. അതിനോടൊപ്പം ഇതിന്റെ സ്റ്റെൽത്ത് പവർ വർദ്ധിപ്പിക്കാനും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2 കാര്യങ്ങളും ഈ ഒരു കാൽവരി സബ്മറൈനിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റിന് തുടക്കം കുറിച്ചത്. അത് ഏതാണ്ട് ഈ ഒരു വർക്ക് ഓൾമോസ്റ്റ് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു കോൺട്രാക്ട് നമ്മൾ ഏൽപ്പിച്ചത് ഡിസംബർ 2024 ഡിസംബർ 2024 ഈ ഒരു കോൺട്രാക്ട് ഓൾമോസ്റ്റ് 2025 അപ്പോഴാണ് ഈ ഒരു കോൺട്രാക്ട് ഏൽപ്പിച്ചത്. ഇപ്പൊ ഏതാണ്ട് ഒരു 6-7 മാസം ആയതേ ഉള്ളൂ. ഈ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ഒരു 6 സബ്മറൈനും നമ്മൾ ഈ ലെവലിൽ സ്റ്റെൽത്ത് ഇതിന്റെ പ്രൊപ്പൽഷൻ പവർ എല്ലാം തന്നെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതൊരു പുതിയ അപ്ഗ്രേഡഡ് സബ്മറൈൻ എന്നുള്ള നിലയിൽ തന്നെ ഇത് വീണ്ടും ഇന്ത്യൻ നേവിയിലേക്ക് കമ്മീഷൻ ചെയ്യപ്പെടും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.